ചിത്രോദയം സ്നാപ്പ് ന്യൂസിലേക്ക് സ്വാഗതം. പൂച്ചൽ ഖാദറിന്റെ പേരിൽ അവാർഡ് കിട്ടിയിരിക്കുകയാണ്. ഫസ്റ്റ് ടൈമാണ് കിട്ടുന്നത്. ഒരുപാട് സന്തോഷം. കഴിഞ്ഞ പ്രാവശ്യം സുരഭിശ്വാസിനിയിൽ നമ്മുടെ മല്ലികാമ്മയ്ക്കാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോ ഇപ്രാവശ്യം എനിക്കിത് കിട്ടി. ഒരുപാട് സന്തോഷം. ഈ ഒരു അവാർഡ് തന്ന പൂച്ചൽ ഖാദർ സാറിന്റെ പേരിൽ ഒരുപാട് സന്തോഷം അറിയിക്കുകയാണ്, നന്ദി അറിയിക്കുകയാണ്, സ്നേഹം അറിയിക്കുകയാണ്. പുതിയ വർക്കുകളൊക്കെ എന്തൊക്കെയാണ്? ഇപ്പം സ്റ്റാർ മാജിക് പോകുന്നുണ്ട്. പിന്നെ ഇപ്പോ അബി മഹീം അതിന്റെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ചെറിയ കുഞ്ഞു കുഞ്ഞു ഇനാഗ്രേഷനൊക്കെ ആയിട്ട് പോകുന്നു. ഇപ്പോ നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ പൂച്ചലുള്ള സാറാണ് ഈ പൂച്ചൽ ഖാദർ. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് അതെ, എന്റെ പ്രത്യേകിച്ച് എന്റെ നാട്ടുകാരനും കൂടിയാണ് സാറ്. ഞാൻ ആയർനാടാണ്. സാർ പൂച്ചൽ. ആയർനാടും പൂച്ചൽ എന്നൊക്കെ നോക്കുമ്പോൾ ഒരു 5-6 കിലോമീറ്റർ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോ ഈ ഒരു കാലഘട്ടത്തില് പണ്ടൊക്കെ ആണെങ്കിൽ നമ്മുടെ ഇപ്പം അനു തന്നെ വന്ന സാഹചര്യത്തിലൊക്കെ പല പ്ലാറ്റ്ഫോമുകൾ ഇത് നമുക്ക് റീൽസ് ഈ ഒരു കാലഘട്ടത്തിൽ എങ്ങനെ വരും? ഇപ്പം എന്താ പറയുക, ഇപ്പം തന്നെ നമ്മളിപ്പോൾ ഇപ്പോൾ തന്നെ പറഞ്ഞതുപോലെ റീൽസിലൂടെ ഒരുപാട് പേർക്ക് ഇങ്ങനെയുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്നും സിനിമയിലും സീരിയലിലും ചാൻസ് കിട്ടിയിരിക്കുകയാണ്. പണ്ട് അങ്ങനെയൊന്നുമില്ല. ഇതിൽ വരാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇന്നിപ്പോൾ കുട്ടികളെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. അവർക്കൊക്കെ അവാർഡ് ഇത്ര ചെറുതിലേ അവാർഡ് കിട്ടിയതിൽ ഒരു 15-16 വയസ്സിൽ തന്നെ ഈ ഇങ്ങനെ പെർഫോമൻസ് ഒക്കെ ചെയ്ത് അവാർഡ് കിട്ടിയതിൽ ഒത്തിരി സന്തോഷം. അവർക്കൊക്കെ എൻ്റെ എല്ലാവിധ ആശംസകൾ അറിയിക്കുകയാണ്. 7 വർഷമായിട്ട് സ്റ്റാർ മാജിക് പോകുന്നുണ്ട്. എല്ലാവരും ഒരു ഫാമിലി പോലെയാണ് പോകുന്നത്. അപ്പൊ അതിൽ ഭയങ്കര സന്തോഷമാണ്. എന്നും അങ്ങനെ തന്നെ പോകട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. പ്രേക്ഷകരടുത്ത് ഒരുപാട് സന്തോഷമുണ്ട്. ഇതുപോലെ തന്നെ സ്നേഹിക്കുക, എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഇന്നത്തെ പൂച്ചൽ ഖാദർ അവാർഡ് നൈറ്റിൽ ബെസ്റ്റ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർക്കുള്ള അവാർഡ് നേടിയ നമ്മുടെ പേയാടുകാരിയായ കല്യാണി നമ്മോടൊപ്പം ഉണ്ട്. കല്യാണി, ഇന്നൊരു അവാർഡ് കിട്ടിയിരിക്കുകയാണ്. എങ്ങനെ ഫീൽ ചെയ്യുന്നു? സന്തോഷം, ഒരുപാട് സന്തോഷം. ലൈക്ക് ഇത്രയും വലിയ ആൾക്കാരുടെ മുമ്പിൽ നിന്ന് ഇങ്ങനെ ഒരു അവാർഡ് വാങ്ങിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഏത് മേഖലയിലാണ് ഇപ്പോൾ കല്യാണി സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ആക്റ്റീവ് ആയിട്ട്? എനിക്കിപ്പം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഞാൻ ഇൻസ്റ്റഗ്രാമിലാണ് കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ളത്. അപ്പോൾ അതിലാണ് കിട്ടിയത്. എന്താണ് ഒരു ഡ്രീം എന്ന് പറയുന്നത്? എനിക്ക് ആക്ടിംഗ് ആണ് പാഷൻ. ഇങ്ങനെ ആക്ടിങ്ങിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ടിക്ടോക്ക് തുടങ്ങിയതും അതിനുശേഷം ഇൻസ്റ്റഗ്രാം എല്ലാം തുടങ്ങിയത് അഭിനയത്തിനോടുള്ള ഇഷ്ടം കൊണ്ടാണ്. അപ്പൊ അതിലേക്കുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് കാണുന്നത്. ഇപ്പോ നമുക്ക് പണ്ടത്തെ ആൾക്കാർക്കാണെങ്കിൽ ഒരുപാട് വേദികൾ അങ്ങനെ കിട്ടിയിട്ടില്ല. ഇപ്പൊ നിങ്ങളെ പോലുള്ള പുതുതലമുറയ്ക്ക് ഇപ്പൊ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒരുപാടുണ്ട്. ഈ ഒരു ഡിഫറൻസ് എങ്ങനെ നോക്കിക്കാണുന്നു? ഇപ്പൊ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പം ഞാൻ തന്നെ ആണെങ്കിലും കുറച്ച് പേരെങ്കിലും അറിയുന്നത് ഈ ഒരു പ്ലാറ്റ്ഫോം ഉള്ളതുകൊണ്ടാണ്. ഇപ്പൊ പണ്ട് ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് ഇല്ലായിരുന്നു. ഇപ്പൊ ഉള്ള ഈ ഓപ്പർച്യൂണിറ്റി മാക്സിമം യൂസ് ചെയ്യുന്നു. അച്ഛനും അമ്മയുണ്ട്. അവർക്ക് എങ്ങനെയാണ് സപ്പോർട്ടാണോ? അതെ, വീട്ടിൽ അച്ഛനും അമ്മയും ചേട്ടനാണ്. 3 ഭയങ്കര സപ്പോർട്ടീവാണ്. ഫാമിലി എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവാണ്. എവിടെയെങ്കിലും ഷൂട്ടിനാണെങ്കിലും എല്ലാം അവർ കൂടെ വരും. 2 എപ്പോഴും കൂടെ ഉണ്ടാവും. ആശംസകൾ. താങ്ക് യു. ഇനിയും തങ്ങളുടെ സ്വപ്നങ്ങൾ, അതായത് ഒരു ഡ്രീം എല്ലാവരുടെയും ഈ പറഞ്ഞ പോലെ ആർട്ടിസ്റ്റ് ആവുക എന്നുള്ളതാണല്ലോ. ആ ഒരു ഡ്രീം സ്വപ്നങ്ങൾ ഉയരങ്ങളിലെത്തട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെയധികം താങ്ക് യു.